Hi guys, welcome back to my YouTube channel Easy English with Joe. So guys, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് പാർട്ട് 18 ആണ് പോകുന്നത്. പാസ്റ്റ് ടെൻസിൻ്റെ പാസീവ് വോയിസ് നമ്മൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ തീർത്തിരുന്നു. സോ അത് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ ക്ലാസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രാമറിൽ കറക്റ്റായിട്ടൊരു കണ്ടിന്യൂറ്റി കിട്ടാനായിട്ട് കഴിയും. സോ ഗൈസ്, ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. സോ ഇന്ന് നമ്മൾ പോകുന്ന പാസ്റ്റ് ടെൻസിൻ്റെ പാസീവ് വോയിസ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ സിമ്പിൾ പാസ്റ്റിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേ പ്ലസ് വേർബിൻ്റെ തേർഡ് ഫോം. അപ്പോൾ ഞാൻ ഇതിൻ്റെ എക്സാമ്പിൾസ് ഇപ്പം ഈ ഓരോ സെൻറ്റൻസ് സ്ട്രക്ചറും നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് എഴുതുന്ന ഒരുപാട് ആളുകൾ, എസ്പെഷ്യലി OET ആസ്പിറൻസ് നോട്ട് എഴുതുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, ഞാൻ അതിനെല്ലാം റിപ്ലൈ തരുന്നുണ്ട്. മാക്സിമം കാണുന്നതെല്ലാം ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിൾസിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഗോസ് ടു എ ലെറ്റർ വാസ് റിട്ടൺ ബൈ മീ. ഒരു ലെറ്റർ ഞാൻ എഴുതി. എ ലെറ്റർ വാസൻ റിട്ടൺ ബൈ മീ. ഒരു ലെറ്റർ ഞാൻ എഴുതിയില്ല. ഇതിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസും അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസും ഞാൻ എക്സാമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. ജർമ്മൻ വാസ് ടോട്ട് ബൈ ഹിം. ഇതിൽ ജർമ്മൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റും പിന്നെ വാസ് പ്ലസ് വേർബിൻ്റെ ടീച്ച് എന്ന വേർബിൻ്റെ തേർഡ് ഫോമാണ് ടോട്ട്. അപ്പം ജർമ്മൻ വാസ് ടോട്ട് ബൈ ഹിം. നാലാമത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫ്രഞ്ച് വാസ് സ്റ്റഡീഡ് ബൈ മീ. ഫ്രഞ്ച് ഞാൻ പഠിച്ചു. അപ്പം സ്റ്റഡീഡ് എന്ന് പറഞ്ഞ വേർബിൻ്റെ സ്റ്റഡി എന്ന വേർബിൻ്റെ തേർഡ് ഫോമാണ്. അപ്പോൾ ഇതെല്ലാം വളരെ വേർബ് എന്താണ്, സബ്ജക്റ്റ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്, എല്ലാത്തിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ക്ലാസ് 17 ക്ലാസ് പാർട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ ക്ലാസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു കണ്ടിന്യൂറ്റി കിട്ടും. ഒരുപാട് OET ലൈക്ക് ഐ മെൻഷൻ ബിഫോർ കുറേ OET സ്റ്റുഡൻസ് എസ്പെഷ്യലി പാസീവ് വോയിസ് അവർക്ക് ഇമ്പോർട്ടൻ്റ്. അവർ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാനിപ്പം പാസീവ് വോയിസ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പാസ്റ്റ് ടെൻസിൻ്റെ പാസീവ് വോയിസ് തീർക്കും. അടുത്ത ക്ലാസ്സിൽ ഫ്യൂച്ചർ ടെൻസിൻ്റെ പാസീവ് വോയിസ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ കണ്ട് നോട്ട് എഴുതുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോട്ട് പോകാം. അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ ഗോസ് ടു സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേ പ്ലസ് ബീയിങ് പ്ലസ് വേർബിൻ്റെ തേർഡ് ഫോം. എക്സാമ്പിൾ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഗോസ് ടു മ്യൂസിക് വാസ് ബീയിങ് ലിസൺ ബൈ മീ. മ്യൂസിക് ഞാൻ കേൾക്കുകയായിരുന്നു. അപ്പം പാസ്റ്റിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഇതിൻ്റെ ആക്റ്റീവ് വോയിസിൻ്റെ ക്ലാസ് പോയിട്ടുണ്ട്. അത് കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ മനസ്സിലാവും. ആക്റ്റീവ് വോയിസിൻ്റെയും പാസീവ് വോയിസിൻ്റെ ഒരു സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ സെയിം മീനിങ് തന്നെയാണ് വരുന്നത്, ലൈക്ക് ഐ മെൻഷൻ ബിഫോർ. അപ്പം നമ്മൾ എന്താണ് പിന്നെ ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറിലുള്ള വ്യത്യാസം, അതായത് സെൻറ്റൻസ് മേക്കിങ്ങിലുള്ള വ്യത്യാസമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത് ന്യൂസ് റീഡേഴ്സാണ്. ന്യൂസ് പേപ്പറിലൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പാസീവ് വോയിസ് ഉപയോഗിച്ചിട്ടുള്ള നല്ല അടിപൊളി സെൻറ്റൻസുകളും. ആൻഡ് എസ്പെഷ്യലി OET സ്റ്റുഡൻസ്, OET എക്സാമിന് ഏറ്റവും കൂടുതൽ നമ്മൾ ലെറ്ററിൽ ഉപയോഗിക്കുന്നത് പാസീവ് വോയിസ് ഉപയോഗിച്ചാണ് നമ്മൾ ലെറ്റർ എഴുതാറുള്ളത്. അവർക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സെക്കൻഡ് ഇൻസ്റ്റൻസ് ഗോസ് ടു മ്യൂസിക് വാസൻ ബീൻ ലിസൺ ബൈ മീ. മ്യൂസിക് ഞാൻ കേൾക്കുകയല്ലായിരുന്നു. ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഞാൻ പറഞ്ഞത് പോസിറ്റീവ് ഇതായിരുന്നു, എക്സാമ്പിളായിരുന്നു. ഇപ്പം നെഗറ്റീവാണ്, അതിൻ്റെ നെഗറ്റീവാണ്. ഒരേ എക്സാമ്പിൾ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മ്യൂസിക് വാസൻ ബീങ് ലിസൺ ബൈ മീ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഞാൻ കേൾക്കുകയല്ലായിരുന്നു. അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നോട്ട് ഇതേപോലെ തന്നെ എഴുതുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരുപാട് സന്തോഷമുണ്ട്. അന്നേരം അത് പിന്നെയും നിങ്ങൾ എഴുതണം. നിങ്ങൾ ഓരോ എക്സാമ്പിളും തന്നെ ഉണ്ടാക്കി ഓരോ സെൻറ്റൻസ് സ്ട്രക്ചർ, ഈ സെൻറ്റൻസ് സ്ട്രക്ചർ ഉപയോഗിച്ച് തന്നെ ഓരോ എക്സാമ്പിൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഓരോ എക്സാമ്പിൾ തന്നെ എഴുതിയാൽ മാത്രമേ തെറ്റുകൂടാതെ നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. തേർഡ് എക്സാമ്പിൾ ഗോസ് ടു ദ തിയേറ്റർ വാസ് ബീയിങ് പെയിൻറ്റഡ് ബൈ ദം. ആ തിയേറ്റർ അവർ പെയിൻ്റ് അടിക്കുകയായിരുന്നു. അപ്പം നമുക്ക്
പാസീവ് വോയിസ് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ പാസീവ് വോയിസിലോട്ട് പോകാം. അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വേർബിൻ്റെ തേർഡ് ഫോം. ഫ്രഞ്ച് ഹാഡ് ബീൻ ടോട്ട് ബൈ മീ. അതിൻ്റെ ഇൻസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഗോസ് ടു ഫ്രഞ്ച് ഹാഡ് ബീൻ ടോട്ട് ബൈ മീ. ഫ്രഞ്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആക്റ്റീവ് വോയിസ് പോയിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം, അത് ആ ക്ലാസ് കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അത് കണ്ടിന്യൂറ്റി കിട്ടും. സോ സെക്കൻഡ് സെൻറ്റൻസ് ഗോസ് ടു അത് നെഗറ്റീവാണ്. ഫസ്റ്റ് സെൻറ്റൻസിന് നെഗറ്റീവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേ എക്സാമ്പിൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരേ എക്സാമ്പിൾ തന്നെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സോ ഫ്രഞ്ച് ഹാഡ് ബീൻ ടോട്ട് ബൈ മീ. ഫ്രഞ്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തേർഡ് ഇൻസ്റ്റൻസ് ഗോസ് ടു എ വാഷ് ഹാഡ് ബീൻ ഗിവൺ ബൈ ഹർ. വാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ. അപ്പം ഇതുപോലെ ഒരുപാട് ഈ സെൻറ്റൻസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 വെർബിൻ്റെ തേർഡ് ഫോം. ഈ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് സെൻറ്റൻസ് തന്നെത്താൻ ഉണ്ടാക്കുക. അന്നേരം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമുക്ക് ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് സെൻറ്റൻസ് തെറ്റുകൂടാതെ എഴുതാനായിട്ട് സാധിക്കും. സോ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഞാൻ ഇത് മൂന്നിൻ്റെയും ഈ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഈ മൂന്നിൻ്റെയും സെൻറ്റൻസ് സ്ട്രക്ചർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് നോക്കി നിങ്ങളുടെ നോട്ടിൽ തന്നെ എഴുതുക. ചുമ്മാ എഴുതിയാൽ മാത്രം പോരാ, നിങ്ങൾ എക്സാമ്പിൾസ് ഓരോ സെൻറ്റൻസ് സ്ട്രക്ചർ വെച്ചിട്ട് നിങ്ങൾ ഓരോ എക്സാമ്പിൾ ഉണ്ടാക്കണം. അന്നേരം നമ്മൾ കറക്റ്റായിട്ട് ഒരു സെൻറ്റൻസ് എങ്ങനെ തെറ്റുകൂടാതെ ഒരു സെൻറ്റൻസ്, അതാണ് ഈ ഗ്രാമർ അറിഞ്ഞത് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ്. നമുക്കൊരു സെൻറ്റൻസ് എഴുതുന്നതിൽ നമുക്കൊരുപാട് തെറ്റുകൂടാതെ മിസ്റ്റേക്ക് കൂടാതെ നമുക്കത് കറക്റ്റായിട്ട് എഴുതാനായിട്ട് സാധിക്കും, സംസാരിക്കാനും സാധിക്കും. സോ ഗൈസ്, കീപ്പ് ഓൺ വാച്ചിങ് മൈ വീഡിയോസ്. ലവ് യു ഡിയേഴ്സ്. ബൈ.